പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയ വാർത്തയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം മഹല്ല് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ചെറിയ സൂചന നൽകിയിരുന്നു. ഇവിടെ ചെറിയ രീതിയിലുള്ള എന്തൊക്കെ വിവാദങ്ങൾ നടക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്, അതിൽ ഒരു വിഭാഗത്തിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറുവിഭാഗം നമുക്കൊരവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാർത്തയും കൂടി മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കും, ഇൻഷാ അള്ളാഹ്. എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ പൊന്മുണ്ടം മഹല്ല് ജുമാ മസ്ജിദിന്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളെ തേടി ഞാൻ വന്നത്. അപ്പോൾ ഈ പള്ളി പൊന്മുണ്ടം ജുമാ മസ്ജിദ് ഏകദേശം നിർമ്മിക്കപ്പെട്ടിട്ട് എത്ര വർഷം പഴക്കമുണ്ടാവുന്നു ഏകദേശം പറയാൻ സാധിക്കുമോ? 200 കൊല്ലത്തിന് അടുത്ത് പഴക്കങ്ങൾ ഇതിന് കാണണം. മമ്പുറത്തും തങ്ങൾ പാപ്പ ഉണ്ടാക്കിയതാണ് ഈ പള്ളി എന്നാണ് പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് വന്നും കൊണ്ടാണ് ആദ്യകാലത്ത് കല്ലിട്ടിട്ടുള്ളതും ആളുകൾ ഇവിടുത്തെ മുക്കലിനെയും കത്തീവിലൊക്കെ നിയമിച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജുമായൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. മമ്പുറത്തെ തങ്ങൾ പാപ്പാക്ക് പൊന്മുണ്ടത്ത് ഇന്നൊരു കല്യാണം കൂടി നടത്തിയിട്ടുള്ള ഒരു ബന്ധം കൂടി പൊന്മുണ്ടത്തിനും മമ്പുറത്തെ തങ്ങൾ പാപ്പാ കൂടി ഉണ്ടതാണ്. അങ്ങനെ ഒരു ബന്ധം നിങ്ങളും മമ്പുറം തമ്മിൽ മമ്പുറത്തും തങ്ങളും പൊന്മുണ്ടം കൂടി അങ്ങനെ ഒരു ബന്ധം കൂടി നിലനിൽക്കുന്നുണ്ട്. പൊന്മുണ്ടത്തിന് ഒത്തിരി ചരിത്രങ്ങൾ പറയാം. അതിപ്പോ ഒന്ന് മമ്പുറത്ത് ചെന്നാൽ തന്നെ മലബാരി എന്ന് പറഞ്ഞുകൊണ്ട് ആ കവർ അവിടെ വേറെ തന്നെ മാർക്ക് ചെയ്ത് കാണും ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും മമ്പുറത്തെ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ തുടക്കം കുറിച്ച ആ മഹാന്റെ കരങ്ങളാണ് ഈ പള്ളിക്ക് തുടക്കം കുറിച്ചത്. പക്ഷെ ആ പള്ളിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ടുവരുന്ന ചില കാര്യങ്ങൾ, ചില അസ്വസ്ഥതകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വിശദീകരിച്ച ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേര് കോമുകുട്ടി. ഞാൻ ഈ പൊന്മുണ്ടം പള്ളിയായിട്ട് നിങ്ങളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ പല പ്രേക്ഷകരും എന്നോട് ആവശ്യപ്പെട്ടില്ല. ഞാൻ ഓൾറെഡി മേലങ്ങാടി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പുറകിലായിട്ട് ചില പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം വന്നിരുന്നു, അങ്ങനെ പൊന്മുണ്ടം പള്ളിയായിട്ട് ഒരു വിഷയമുണ്ട്, അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമോ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സമയത്തോടെ ഞാൻ അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ എന്തായാലും ഒരു വിഷയം നടക്കുമ്പോൾ 2 ഗ്രൂപ്പുകളുണ്ടാവും, 2 ടീമുകളുണ്ടാവും. അപ്പോൾ ഈ 2 ടീമിനും പറയാനുള്ളത് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രേക്ഷകർക്കൊക്കെ വ്യത്യസ്തമായ നിലപാടുകളുണ്ടാവും. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരാൾ മനസ്സിലാക്കുന്നത്, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവർ വിട്ടുകൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, എന്ത് കാരണത്താൽ ഇവിടെ 2 വിഭാഗം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു മുഖ്യ പ്രശ്നമാണ് APEK എന്നുള്ള പ്രശ്നം. അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഈ ഭാഗത്തുണ്ടോ? നിങ്ങളെ ചോദ്യം പ്രസക്തമാണെങ്കിലും AP വിഭാഗം എന്നൊരു സംഘടന രൂപപ്പെടുന്നത് 1989-ലാണ്. ഈ പൊന്മുണ്ടം പള്ളിയുടെ വിഷയം ആദ്യം തുടങ്ങുന്നത് കേസ് നടക്കുന്നത് 82-ലാണ്. അപ്പൊ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. തുടങ്ങുന്നതിന് വേണ്ടി ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് തുടങ്ങിയതാണ്. 1966, 998, 999, 1000 എന്നീ 3 ഡോക്യുമെന്റ് പ്രകാരം 4 ഏക്കർ വസ്തു ഒരു മുണ്ടേക്കാട്ട് പാത്തുട്ടേജുമായി എന്ന് പറഞ്ഞ ആള് പള്ളിക്ക് ഓഫ് ചെയ്തിരുന്നു. അതിന്റെ ഒരു വിവരവും പുറത്ത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഡോക്യുമെന്റ് 4 ഏക്കർ വസ്തു കൂടി 972 83-ാം നമ്പർ ആധാരപ്രകാരം പാട്ടം എഴുതി. അതിന് ശേഷം ഈ മുതൽ ആരും കാണില്ല. പിന്നീട് ഇതൊരു കാലത്ത് 1982 ഈ ആധാരങ്ങളൊക്കെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കിട്ടുകയും അങ്ങനെ പിതാവും മംഗലത്ത് അലവിക്കുട്ടി എന്ന് പറഞ്ഞ കക്ഷിയും കൂടി കേരള വഖഫ് ബോർഡിനെ സമീപിക്കുകയും ചെയ്തു. പിതാവിന്റെ പേരെന്തായിരുന്നു? അഹമ്മദ് കുട്ടി എന്ന ബാവ സമീപിക്കുകയും ചെയ്തു. അങ്ങനെ ആ കേസ് നടന്നു വരുന്ന സമയത്ത് 1984 എൻ്റെ പിതാവ് മരിച്ചു. പിതാവ് മരിച്ചപ്പോൾ ഈ കേസ് കക്ഷി ചേരാൻ ഞങ്ങൾക്ക് അവകാശം, ഞങ്ങളുടെ സ്വത്തല്ലല്ലോ, പള്ളിയുമായുള്ളൊരു കേസായതുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി. അതിനുശേഷം ഈ 1986 ഞാനും പാലകത്തൊട്ടി കുഞ്ഞു പോക്കാക്ക എന്ന് പറഞ്ഞ കക്ഷിയും കൂടി ഒരു അന്യായം ഫയൽ ചെയ്തു കേരള വഖഫ് ബോർഡിൽ. അത് പ്രകാരം ഈ 4 ഏക്കർ വസ്തു തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി വഖഫ് ബോർഡിന്റെ വിധി കിട്ടിയിട്ടുള്ളതാണ്. ആ വിധിയാണ് ഈ കാണുന്നത്. അപ്പോൾ വിധിപ്പകർപ്പ്
അപ്പോൾ വിധിപകർപ്പ് ഓൾറെഡി എന്ത് ചെയ്യും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമുക്ക് കാണിക്കുന്ന വെച്ചാൽ കുറേ പ്രയാസമാണ്. എങ്കിലും കൂടെ വെറുതെ ചുമ്മാ പറയല്ല എന്ന് വരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഓക്കെ, തുടർന്നോളൂ. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്ന സബ്ജക്റ്റ് ഒന്ന് വസ്തു തിരിച്ചു പിടിക്കലും ഒരു സ്കീം ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിധികൾ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ഈ വസ്തു തിരിച്ചു കിട്ടേണ്ട കാര്യം മാത്രമേ കോടതി ബോർഡ് തീരുമാനമെടുത്ത് തന്നുള്ളൂ. ആദ്യമേ എൻ്റെ ഒരു രക്ഷിതാക്കൾ അല്ലെങ്കിൽ എനിക്ക് പ്രായമുള്ള എൻ്റെ വാപ്പാൻ്റെ തുല്യർ വീണ്ടും അപ്പീൽ പോകണ്ട എന്നുള്ള ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വിധിക്കെതിരെ ഇതിനു വേണ്ടി അപ്പീൽ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ വിധിയുടെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് ഇറസുട്ടിയൂപ്പൻ്റെ അവിടെ നിന്നാണ് വിഷയങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞ് അതൊരു വാസ്തവ വിരുദ്ധമാണ് ആ വാദം. ഈ ഇറസുട്ടിയൂപ്പൻ വരുന്ന 1989 വരുന്നുള്ളൂ മുത്തവല്ലിയായിട്ട്. ഞങ്ങൾ ഈ 82 തന്നെ അന്യായം വന്ന സ്ഥിതിയിൽ അപ്പോൾ ഈ ഇറസുട്ടിയൂപ്പൻ്റെ മുമ്പുള്ള മുത്തവല്ലി മുഹമ്മദ് ഉണ്ണിയൂപ്പനുമായി തന്നെ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കേസ് എന്ന് പറഞ്ഞാൽ വ്യക്തി വിരോധം ഒന്നുമല്ല, വ്യക്തിവിരോധമില്ല, കുടുംബവിരോധം ഒന്നും ഇതിലില്ല, വസ്തു തിരിച്ചു പിടിക്കാമെന്നും എന്നുള്ള രൂപത്തിലും ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തിട്ട് വേറൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം ഇപ്പോഴത്തെ കൈകാര്യകർത്താക്കളോട് നല്ല രൂപത്തിൽ ഒരു അടക്കും ചിട്ടിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളുമായി കൈകാര്യം ചെയ്യുന്ന നേരിട്ട് സംസാരിക്കുകയും അപ്പോൾ അവർ ഞങ്ങളോട് ഉന്നയിച്ചത് ഒരു കൊല്ലത്തെ സമയം ഞങ്ങൾക്ക് ഇത് നേരാക്കാനുള്ള സമയം തരണം എന്ന് പറഞ്ഞു. ആ ഒരു കൊല്ലത്തെ സമയവും അവർക്ക് വകവെച്ച് കൊടുത്തതിൻ്റെ ശേഷവും വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് വീണ്ടും ഞങ്ങൾ കാലി എന്നുള്ള നിലയിൽ ഞങ്ങൾ കാലിയരുമായി സംസാരിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ ഒരു കൊല്ലം ആ കൊല്ലം അതിക്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം, നിങ്ങൾക്കൊരു 15 ദിവസത്തെ ഗ്യാപ്പ് ഞങ്ങളിങ്ങനെ അവസരമുണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന്. വീണ്ടും മൂപ്പരും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോഴത്തെ ഈ കക്ഷികൾ അന്യായം പാരായിട്ട് ഹൈക്കോടതി ബോർഡുമായി സമീപിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോഴത്തെ വിധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് എന്നെക്കാട്ടിയും കൂടുതൽ ആ കാര്യങ്ങൾ അതിൻ്റെ കക്ഷികൾക്ക് NR ബാബു മുതലുള്ള ഈ കക്ഷികളുണ്ട്, അവർക്ക് ആ കാര്യം എന്നെക്കാട്ടിയും കൂടുതൽ ഈ കാര്യങ്ങൾ അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വിശദീകരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഞാൻ ചിന്തിച്ചതുപോലെ അതിൻ്റെ ചിന്തകൾ തെറ്റായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് 2 ഗ്രൂപ്പുകളായിട്ടുള്ള കളിക്കാൻ അങ്ങനെ ഒരു കളിയല്ല അതിന് ഉദ്ദേശിച്ചത്. കാരണം ഈ ഗ്രൂപ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തിയില്ല. ശരി, ഓക്കെ, കറക്റ്റ്. അല്ല, നിങ്ങളായിട്ട് സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 4 ഏക്കർ സംതിങ് പള്ളിക്ക് തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞല്ലോ, അത് പിടിച്ചതായി ബന്ധപ്പെട്ട രേഖകളോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുണ്ടോ? കഴിയും 4 ചില ഏക്കർ വസ്തുവാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അതിൽ ഡോക്യുമെന്റ് ആണ് പള്ളിക്ക് കിട്ടിയെന്ന ആദ്യകാലത്തെ ഡോക്യുമെന്റ് ആണ്. ഇത് 966 ഡോക്യുമെന്റുകളാണ് ഈ ഇരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ 995 ഡോക്യുമെന്റ് തിരിച്ച് അതിന്റെ ഫ്രണ്ട് ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ആ മുദ്ര പേപ്പർ ഇട്ട് ഇപ്പൊ സ്റ്റാമ്പ് കാണുന്ന രീതിയിലേ. ഓക്കെ, എത്ര ആധാരങ്ങളാണ്? ഇതിപ്പോ 4 4 ആധാരങ്ങൾ. ഓക്കെ, ഒന്ന് കോപ്പിയാണോ? ഫോട്ടോ കോപ്പി? ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പിടിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിലൂടെ പള്ളിക്ക് വീണ്ടെടുക്കാൻ സാധിച്ചതാണ് ഈ പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ വളരെ വ്യക്തമായ എൻ്റെ കുറേ 1-2 സംശയങ്ങൾ തീർത്തു. എൻ്റെ മാത്രം സംശയമല്ല, ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെ സംശയങ്ങളുണ്ടാവും. അപ്പം ഇനി അടുത്തതായി NR ബാബു, നിങ്ങൾക്കൊരു പക്ഷേ ഇതിന് കുറച്ചും കൂടി വ്യക്തമായ പിക്ചർ തരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ന്യൂ അപ്ഡേഷൻ എന്താ? ഇപ്പോ നേരത്തെ ഗോണ്ടിയൊക്കെ പറഞ്ഞ പോലെ ഇത് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് ഒരു കുടുംബം കൈകാര്യം ചെയ്തെന്നുള്ള ഒരു ആരോപണം സാധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ പള്ളി ഒരു മുത്തവല്ലി കുടുംബത്തിന്റെ ഭാഗമാണെന്നുള്ളത്. അപ്പൊ അതല്ല, ഇത് നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു പള്ളിയാണെന്നുള്ളത് പൂർണ്ണമായിട്ടൊരു വിധിയോട് കൂടിയിട്ട് സ്ഥാപിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു കോടതി വ്യവഹാരം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഒരു മുത്തവല്ലി പള്ളി എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു കുടുംബം പ്രത്യേകമായി അവർ സ്ഥലമോ അല്ലെങ്കിൽ അവർ പള്ളി ഉണ്ടാക്കിയിട്ടൊക്കെ നടത്തുന്ന പരമ്പരാഗതമായി അവർ ഭരണം നടത്തിപ്പോരുന്ന രീതിയാണ്. നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കൈകാര്യം ചെയ്തു പോകുന്നു എന്ന് പറയുന്ന കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേകിച്ച് സംഭാവന ചെയ്തതോ അല്ലെങ്കിൽ അവർ നിർമ്മിച്ചതോ അവർ ഡൊണേറ്റ് ചെയ്ത സ്ഥലമോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് നാട്ടുകാർ പല കുടുംബങ്ങളും മിക്ക കുടുംബങ്ങളും അവർ സ്ഥലങ്ങളായിട്ടും നിർമ്മാണത്തിനായിട്ടും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്.
അപ്പൊ എല്ലാവരുടെയും കൂടിയുള്ള പള്ളിയാണ് എന്നുള്ള ഒരു എന്താ പറയാ വിധിയോട് കൂടി അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഒരു കോടതി വിധി വന്നു. അതായത് ഇപ്പൊ നിങ്ങളൊരു വാദം നിങ്ങൾ മുന്നോട്ട് വെച്ച് പള്ളി എന്ന് സത്യത്തിൽ അതന്നെയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ വിശ്വാസികളതാണ്. അപ്പോൾ അത് വിശ്വാസികൾക്ക് മാത്രമായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പൊക്കെ എൻ്റെ ഒരു അറിവിന് തെറ്റിണങ്ങ വക്കീൽ തിരുത്തണം. അതായത് മുൻകാലങ്ങളിൽ ഓരോ വലിയ ഫാമിലി അന്നൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് ഇത്ര അഭിവൃദ്ധി നേടാത്ത ഒരു കാലഘട്ടം നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള സമ്പന്നരായിരിക്കുന്ന ആളുകളൊക്കെയാണ് ഈ പള്ളിയും അതിനുള്ള സ്ഥലം കറക്റ്റ് ചെയ്യുന്നതും ആ ബിൽഡിങ്ങും പള്ളി കൊണ്ടുവരുന്നതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബം അതിലൊരു മുത്തവല്ലി സ്ഥാനത്ത് നിലനിൽക്കാതെ സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം പൊന്മണ്ടം പള്ളിയായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഒരു കുടുംബത്തിൻ്റെത് എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഈ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു ഇതായത് കുടുംബത്തിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നിലവിൽ മുത്തവല്ലി കുടുംബം ആയിട്ട് തുടർന്ന് വന്നിരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പള്ളി മുത്തവല്ലി കുടുംബം എന്നുള്ള രീതിയിൽ ഭരിക്കപ്പെടേണ്ട പള്ളി അല്ലായിരുന്നു പൊന്മണ്ടം പള്ളി. ഓക്കെ, മുത്തവല്ലി എന്ന് വിളിച്ചാലും പ്രസിഡന്റ് എന്ന് വിളിച്ചാലും ഇത് എല്ലാവരുടേതും കൂടി എല്ലാ കുടുംബങ്ങളും കൂടി ഡൊണേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ്. നമുക്കതിന്റെ ആധാരങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഇവിടുത്തെ മിക്ക കുടുംബങ്ങളും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിയായിട്ടും സംഖ്യകളായിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ 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 ചെറിയൊരു ക്ലാരിറ്റി കൂടി വേണം. ഈ 4 ഏക്കർ സ്ഥലം പള്ളിയിലേക്ക് തിരിച്ചു പിടിച്ച അതിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് വ്യക്തമാക്കിയത്? അത് കോട്ടിയൊക്കെ പറഞ്ഞല്ല, അത് വൺസ് ഈ വഖഫ് ഡോക്യുമെന്റ് പിന്നീട് അത് മാറ്റാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, പാത്തുക്കുട്ടി അജ്ജുമ എന്ന് പറയുന്ന മുണ്ടേക്കാട്ട് പാത്തുക്കുട്ടി അജ്ജുമ എന്ന് പറഞ്ഞ അവരുടെ മുണ്ടേക്കാട്ട് കുടുംബത്തിൽ നിന്നുള്ള സ്വത്താണ് ഈ ഇത്രയും ഏക്കർ സ്ഥലം പള്ളിക്ക് വഖഫ് ചെയ്തിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് അവരുടെ സ്വത്തുക്കള് പാട്ടക്കരാറ് അവരിൽ നിന്ന് എഴുതി എടുത്തുണ്ടാക്കിയിട്ട് ഒരിക്കൽ വഖഫ് ചെയ്ത സാധനം പിന്നെ പാട്ടത്തിന് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കരാറുണ്ടാക്കിയതാണ് ഇതിനകത്തുള്ള വലിയ തെറ്റ്. അത് പള്ളിയുടെ വഖഫ് തന്നെയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവർ 1980-കളിൽ നടത്തിയിട്ടുള്ള കേസിന്റെ വിധിയോട് കൂടിയിട്ട് ഉണ്ടായത്. അങ്ങനെ തിരിച്ചു പള്ളിക്കാൻ അതല്ല, ആ കേസ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ അതൊരു പാട്ടക്കരാർ ആധാരമായിട്ട് അതങ്ങനെ ഉപയോഗിച്ചു പോകുമായിരുന്നു. ഈ സ്ഥലം പള്ളിക്ക് തിരിച്ചു കിട്ടിയത് ഏത് വർഷത്തിലാണെന്നറിയോ? 95-ലാണ് അല്ലെ? 95-ലെ വിധിയിലാണ്. 95-ല്. അപ്പൊ 95-ല് ആ സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പള്ളിക്ക് അവർ ഒഴിമുറി എഴുതി തിരിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായി. അല്ലെ, ഞാൻ എൻ്റെ ഒരു അറിവാണ് 2016 എന്തൊരു പുതിയ കേസും കൂടി ചാർജ് ചെയ്തെന്നോ എന്തൊക്കെ കേട്ടു. എന്തായിരുന്നു അതിന്റെ ഒരു അതാണ് ഇപ്പൊ വിധിയായിട്ടുള്ളത്. 2016-ലാണ് വഖഫ് ബോർഡിനെ രണ്ടാമത് ഞങ്ങളൊക്കെ കൂടി ഒരു പരാതിയായിട്ട് സമീപിക്കുന്നത്. അത് വഖഫ് ബോർഡിലേക്ക് ആദ്യം പോയതൊന്നുമല്ല. ഈ നാട്ടിൽ ഈ പള്ളി കൊണ്ട് നടക്കുന്നിടത്ത് ഉണ്ടായിട്ടുള്ള അപാകതകൾ, ഇവിടുത്തെ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്നിടത്ത്, അത് കൊണ്ട് നടക്കുന്നിടത്ത് ഒരു നിക്കാഹ് നടന്നാൽ പോലും അതിന്റെ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി ആളുകൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്നറിയാതെ നാട്ടിൽ മുഴുവൻ കറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം. അതുപോലെ ഇതിന്റെ ഇവിടെ ബൈപ്പാസ് റോഡ് അക്വയർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഭൂമി വഖഫ് ചെയ്ത ഭൂമിക്ക് ഒറ്റ റുപ്യ കിട്ടാതെ പോയി. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഇത് വഖഫായിരുന്നു എന്ന് അവിടെ ലാൻഡ് അക്വസിഷന്റെ മുന്നിൽ, ബോർഡിന്റെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സബ്മിറ്റ് ചെയ്തിട്ട് പറയാൻ കഴിയുന്നില്ല. റോഡ് അതിന്റെ മേലെ കൂടി പോയി, ആരും ക്ലെയിം ചെയ്യാൻ പോയില്ല. സത്യത്തിൽ അതൊരു വഖഫ് പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു ഉറുപ്പ് കിട്ടിയില്ല. കാരണം അതെന്താ, ഏൽപ്പിച്ചത് ഇവരെയാണ്. അന്ന് കൈകാര്യം ചെയ്ത ഈ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് അത് ഞങ്ങളുടെ വഖഫിൻ്റെതാണ്. അതുകൊണ്ട് അതിന് ഇന്ന് വേണം. വഖഫിന്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന സമയത്ത് നോർമൽ എമൗണ്ട് അല്ല, അതിനകത്ത് എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റും, അതിലൊരു ഇൻക്രിമെന്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വഖഫിൻ്റെ ആണെന്നുള്ള എനിക്കത് അത് പോയിട്ട് ഒരു ഉറുപ്പ്യ പോലും ആ പ്രോപ്പർട്ടിക്ക് വാങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ സ്കൂളിന്റെ അടുത്തുണ്ടായിരുന്ന പ്രോപ്പർട്ടി എടുത്ത സമയത്ത് ലാൻഡ് ട്രിബ്യൂണൽ എന്താണോ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ട് അതും വാങ്ങി. അത് വാങ്ങിയെന്നുള്ളതുകൊണ്ട് തന്നെ കുറെ അപാകതകൾ കിടക്കുന്നത്. അത് എവിടെ എത്തി എമൗണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അതിന്റെ പേരിലൊക്കെയാണ് പിന്നീട് പ്രോസിക്യൂഷൻ കേസിലേക്കൊക്കെ അത് പോയത്. പ്രോസിക്യൂഷൻ നമ്മൾ ആവശ്യപ്പെട്ടല്ല, അത് വഖഫ് ബോർഡ് തന്നെ അന്ന് തീരുമാനം എടുത്തത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അന്ന് അതിന്റെ മേലെ ഒരു ഇൻക്രിമെന്റ് ഒരു കൂട്ടി എമൗണ്ട് ആക്കാൻ പോലും ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് എന്താ പറയാ, അവരോട് റിക്വസ്റ്റ് ചെയ്യാനോ ഒന്നും പോകാൻ പറ്റിയില്ല. അതിങ്ങനെ വരുന്ന ഒരു കാറ്റടിക്കുന്ന പോലെ തട്ടും കിട്ടുന്നതും അങ്ങനെ അനുഭവിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഒരു ക്രിയാത്മകമായി ഈ പള്ളിയെ ഭരിക്കുന്നിടത്ത് വലിയ എന്താ പറയുക ഒരു മിസ്മാനേജ്മെന്റ് ആയിരുന്നു നടന്നത്. അതിനെതിരെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിച്ചുകൊണ്ട് ബോർഡിലേക്ക് എത്തും. ബോർഡിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പോയിട്ടുള്ളത് കാലിനോട് പറയുന്ന ഈ രീതിയിലൊക്കെ പോയാൽ
വലിയ അതിൽ ചെന്ന് ചാടും, വലിയ മോശാവസ്ഥയ്ക്ക് പോകും എന്ന് നമ്മൾ കാലിനെ കണ്ട് പറയുന്നു. കാലി പറയും നിങ്ങളൊന്ന് മുത്തവല്ലിനെറ്റി സംസാരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് മുത്തവല്ലിനെ തന്നെ, അന്നത്തെ മുത്തവല്ലിയായിട്ടുള്ള ബാവുമുപ്പനെ പോയി കാണുന്നു. ബാവുമുപ്പൻ അന്നത്തെ സമയത്ത് വളരെ എന്താ പറയാ സഹാനുഭൂതിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അയാളെ മാറ്റണമെന്നോ ഒരു പുതിയ ആളെ വെക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടോ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടോ പോയതല്ല. അപ്പോൾ ബാവാക്കാനോട് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തുകൂടി, അത് നല്ല രീതിയിൽ ഈ രീതിയിലൊക്കെ ഉള്ള വലിയ ഇതുണ്ടല്ലോ. അപ്പൊ അന്നാണ് ബാവുപ്പം പറഞ്ഞത്, നിങ്ങൾക്ക് 1 വർഷത്തെ സമയം നിങ്ങൾ തരും, അതുകൊണ്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കും എന്നുള്ളത്. 1 വർഷത്തിന്റെ മുന്നേ തന്നെ ഈ കാര്യങ്ങളിൽ വളരെ മോശാവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകണമെന്ന് കണ്ടപ്പോൾ അന്ന് ഇതിനൊരു തീർപ്പ് പറഞ്ഞൊരാളുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. കാരണം ഏതായാലും അന്ന് നേരിട്ട് സംസാരിച്ചു. പിന്നീട് അത് 2ാമത്തെ സിറ്റിംഗ് ആയി. അപ്പൊ അതിൽ മധ്യസ്ഥത വഹിച്ചത് പൂക്കാട്ടിലെ കുഞ്ഞുവാക്ക എന്നാല്. പൂക്കാട്ടിലെ കുഞ്ഞുവാക്കാന്റെ മധ്യസ്ഥതയിൽ അത് അന്ന് തീർപ്പ് പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ 1 വർഷം ഈ മറ്റുള്ള കാര്യത്തേക്കൊന്നും കിടക്കണ്ട, അങ്ങനെ പോട്ടെന്ന്. അങ്ങനെ പിന്നീട് വളരെ മോശാവസ്ഥയ്ക്ക് വീണ്ടും പോകുന്നെന്ന് കണ്ടപ്പോൾ ഈ മധ്യസ്ഥനെ ഞങ്ങൾ കണ്ട് സമീപിച്ച് പറയാണ്, ഇത് നമ്മൾ പറഞ്ഞിടത്തേക്കൊന്നല്ല പോകുന്നത്. അവൾ മധ്യസ്ഥം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാലാവധിയാണ് തീർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ 1 വർഷം പൂർണ്ണമായിട്ടും യാതൊരു പ്രശ്നങ്ങളില്ലാതെ നമ്മളെ ഭാഗത്തുനിന്ന് പരാതികൾ പറയാതെ അങ്ങനെ പോയി. ആ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം ഇത് അറിയിക്കേണ്ട ബോർഡിലേക്ക്, വഖഫ് ബോർഡിലേക്ക് ഞങ്ങൾ പരാതി പറയുകയാണ്. ആ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശാബ്ദങ്ങൾ ചെയർമാനായിട്ടുള്ള ആ വഖഫ് ബോർഡിന്റെ മുന്നിലാണ് ഞങ്ങൾ ഈ പരാതി പറയുന്നത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാബ്ദങ്ങളുടെ ചെയർമാനായിട്ടുള്ള ബോർഡിന്റെ മുന്നിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പരാതി പറയുന്നത്. പരാതി പറഞ്ഞപ്പോഴും പരാതി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം റഷീദ് അലി ശാബ്ദങ്ങൾ അതായത് അദാലത്ത് പോലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അത് പരിഹരിക്കാനാണ് ശ്രമിച്ചത്. ഒരു മറ്റുള്ള വ്യവഹാര രീതിയിലേക്കൊന്നും കടക്കുന്നതിന് മുമ്പ് ഒരു എന്തൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ നല്ല പ്രതീക്ഷയായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോവുകയായിരിക്കുന്നുള്ളത്. അപ്പോൾ വളരെ എന്താ പറയാ ദുശാഠ്യത്തോട് കൂടിയിട്ട് അതൊന്നും ഈ വക ആളുകൾ പറയുന്നൊന്നും കേൾക്കാൻ കഴിയില്ല. പള്ളി ഞങ്ങൾ ഈ പറഞ്ഞ പോക്കിലൊക്കെ തന്നെ പോകുന്നുള്ള വാശി തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മളെ അഭിപ്രായം വഖഫ് ബോർഡിന് തന്നെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ രീതിയിലേക്ക് പോകല്ലാതെ ബോർഡിന് കഴിയില്ല. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ട്രിബ്യൂണൽ ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് ഒരു വ്യവഹാരത്തിലേക്ക് കടന്നു. ആ വ്യവഹാരത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളൊന്നുമല്ല, ഈ പള്ളിക്ക് നമ്മൾ എങ്ങനെ പോകണം എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ പോകണം എന്ന് പറയുന്ന ഒരു മാർഗരേഖ അവിടെ വേണ്ടേ? അങ്ങനെ ഒരു മാർഗരേഖ ഒന്നും ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലില്ല. ആരൊക്കെ അങ്ങനെ ഭരിച്ചു പോകുന്ന അയാൾ പറയുന്നതാണ് എന്നുള്ള അങ്ങനെ ഒരു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബൈലോ വേണം, ഒരു സ്കീം ഫ്രെയിം ചെയ്യാന്നാ പറയാം, ഈ വഖഫിന്റെ രീതിയിൽ അത് പറയാം. അപ്പൊ അങ്ങനെ നമുക്കൊരു സ്കീം ഫ്രെയിം ചെയ്ത് കിട്ടണം. നമ്മൾ ക്ലബ്ബൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഭരണഘടന എഴുതുന്ന പോലെ ഒരു ബൈലോ നമുക്ക് വേണം. അത് ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, ആരെ തിരഞ്ഞെടുക്കണം, നമ്മളുടെ ബൗണ്ടറി എന്തായിരിക്കണം എന്നുള്ളതൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാവണം. അത് ഉണ്ടാക്കാനുള്ള, അതായത് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് അത് കടക്കണം. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തത് നമുക്ക് ഈ എന്താ പറയാ കുറെ കാലങ്ങളായിട്ട് കുത്തഴിഞ്ഞ അക്കൗണ്ടിങ് ഒക്കെ വളരെ ഇതാണ്. അപ്പൊ അതൊന്ന് ഓഡിറ്റ് ചെയ്യിക്കണം. കുറെ കാലങ്ങൾ 92 അങ്ങനെ പള്ളിപ്പണി നടക്കുന്ന സമയം 92, 91, 92 പള്ളിപ്പണി നടക്കുന്നത്. ആ സമയത്ത് പള്ളി നിർമ്മാണം പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടിലുണ്ട്. ഇന്ന് വരെ കൃത്യമായിട്ട് ഇപ്പൊ ചിലർ പറയും കണക്ക് അവതരിപ്പിച്ചു എന്നത്, എല്ലാവർക്കും വരെ കൃത്യമായിട്ട് കുറ്റമറ്റ രീതിയിൽ കണക്ക് അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതൊക്കെ 91 ഒരു പള്ളിക്കണക്കിന്റെ കാര്യം പരിശോധിക്കാൻ നോക്കുമ്പോൾ നിർവാഹമില്ല. മാക്സിമം പോയാൽ നോർമൽ നമുക്ക് കിട്ടുന്ന ഒരു 5 years ബാക്ക് ഇതൊക്കെ പരിശോധിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ആ 2016 ഈ പരാതിയിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ബാക്കായിട്ടുള്ള ഒരു 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കാൻ റഷീദ് അലി ശാബ്ദങ്ങളെ ആ ചെയർമാനായിട്ടുള്ള ആ ബോർഡാണ് തീരുമാനം എടുത്തത്. ആ ഓഡിറ്റിങ്ങിന് വഖഫ് ബോർഡ് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ അവിടുന്ന് അയച്ചിട്ടുള്ള ഓഡിറ്ററാണ് ഇത് പരിശോധിക്കുന്നത്. അതിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, നമുക്ക് ഇതിനകത്ത് കാണിക്കാം. ഓക്കെ. ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ കൂടി വഖഫ് ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇതിൽ പ്രോസിക്യൂഷൻ വേണം എന്നുള്ളത്. ഒരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകണം. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരാളെ ഒരു പോലീസ് കേസിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട സംഗതി ഇപ്പൊ നടന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാളെ പോലീസ് കേസ് കൊടുക്കുക, നമ്മുടെ ആവശ്യം എന്താണ്, ഇത് വ്യവസ്ഥാപരമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നല്ല. അപ്പൊ അങ്ങനെ ഒരു സ്കീം ഫ്രെയിം ചെയ്യുക, ഓഡിറ്റ് നടത്തുക,
അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ട് അതുവരെ ഒരു താൽക്കാലിക മുത്തവല്ലിയിലേക്ക് ഇത് മാറ്റണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. അത് എന്തെങ്കിലും ആയാൽ പോരാ, ഇപ്പോഴുള്ള നിലവിലുള്ള ആളുകൾ അതിൽ നിന്ന് മാറ്റുക, എന്നിട്ട് വഖഫ് ബോർഡ് നിയോഗിക്കുന്ന ഒരു താൽക്കാലിക മുത്തവല്ലിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് ഏതാണ് സമയം, ഈ ബൈലോകളൊക്കെ എല്ലാവരും അംഗീകരിച്ച സമയത്ത് എന്ത് ചെയ്യണം, ഒരു പുതിയ ഭരണ സംവിധാനം വേണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കോടതിയിൽ നേടിയെടുത്ത്. അതിനെതിരായിരുന്നു ഈ മറുപക്ഷം വാദിച്ചത്. അതല്ല, അത് ഞങ്ങൾ കുടുംബപരമായിട്ട് കൊണ്ടുനടക്കുന്ന പള്ളിയാണ്, ഞങ്ങൾക്ക് മുത്തവല്ലിയായിട്ട് ഞങ്ങൾക്കുള്ള അവകാശം ഞങ്ങൾ തുടരും, അതിന് വേണ്ടിയിട്ടുള്ള രേഖകളൊന്നും സമർപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു രേഖകളൊക്കെ സമർപ്പിക്കും. എത്ര ബാക്ക് പോയാലും ഇപ്പൊ നമുക്ക് ഈ വഖഫ് രജിസ്റ്റർ ചെയ്യുന്നത് 1965 അല്ലെ, 62 വഖഫിൽ, പള്ളിയല്ല വഖഫ് ബോർഡിലേക്ക് ഇത് വെക്കുന്നത് തന്നെ. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്താ പറയാ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ആയിരിക്കണം ഭരിക്കേണ്ടത് എന്ന് അതിനകത്തുള്ള ഫോമിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന്റെ എക്സ്ട്രാക്ട് ഇപ്പോഴും കിട്ടും നമുക്ക്. അത് എഴുതി വെക്കുന്നത് പോലും ഈ ബാവുമുപ്പൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം തന്നെ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷെ പിൽക്കാലത്ത് ഒന്നുകിൽ അത് അറിയാത്തത് കൊണ്ട്, അത് വായിച്ചു നോക്കാത്തത് കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ നാട്ടുകാർ അത്തരം കാര്യങ്ങളിലേക്കൊന്നും അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ അതങ്ങനെ തുടർന്നു പോയി. ഞാൻ പറഞ്ഞാൽ ഇത് തുടങ്ങി വെക്കുന്ന സമയത്ത് നമുക്കും ഇല്ല ഇപ്പൊ ഒരാൾ മാറുക എന്നുള്ളതൊന്നല്ലല്ലോ. ഇത് ഒരാൾ പള്ളിയല്ലേ, പള്ളിനെ സമയത്തുള്ള ഒരാൾ മാറി വേറെ ആൾ വരിക എന്നുള്ളത് വ്യവസ്ഥയും സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതാണ്. അത് ആക്കിയെടുക്കാൻ ഉള്ള വിധി നമുക്ക് കിട്ടി. ഇനിയിപ്പോ ആര് ഭരിച്ചു എന്നുള്ളതായാലും ഈ സിസ്റ്റത്തിലൂടെ പോകാൻ കഴിയുള്ളൂ. പള്ളി ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഡിമാൻഡുകളൊന്നും, ഒരു ഡിമാൻഡ് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു താല്പര്യങ്ങളുമില്ല. അപ്പൊ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പള്ളിയുടെ കാര്യങ്ങൾ അള്ളാന്റെ വീടാണ്, അള്ളാന്റെ ഭവനമാണ്, അതിൽ യാതൊരുവിധ കൃത്യങ്ങളും വരാൻ പോലെ സുതാര്യമായ രീതിയിൽ എല്ലാവരും കൂടെ അഭിപ്രായത്തോടു കൂടെ അത് മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രമേ ഇപ്പോഴത്തെ രീതിയിൽ നാട്ടുകാരുടെ പള്ളിയായി, ഈ വിധിയോട് കൂടിയിട്ട് നാട്ടുകാരുടെ പള്ളിയായി. നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ കോടതി നിങ്ങൾക്ക് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു, മുഴുവൻ കാര്യങ്ങളും പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു. മറുഭാഗത്തിന് അതിനെ ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു ബോർഡോട് കൂടി തീർന്നിട്ടില്ല. ബോർഡ് കഴിഞ്ഞ ഈ വിധിക്കെതിരെ അവര് ട്രൈബ്യൂണലിൽ പോകുന്നു, ട്രൈബ്യൂണലിൽ നമുക്ക് അനുകൂലമായ വിധി വരുന്നു, പിന്നെ ഹൈക്കോടതിയിൽ അപ്പീല് പോകുന്നു, അതിന്റെ ശേഷം റിവിഷൻ പെറ്റീഷൻ പോകുന്നു. എല്ലാ കേസിലും അതിലൊക്കെ ഇപ്പോ ഒരു എന്താ പറയാ, പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വാദവും അവർക്ക് ഉന്നയിക്കാൻ പറ്റില്ല. ഇത് ഇത്രയും കാലം ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോയി എന്നുള്ളതല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. അതൊക്കെ നേരത്തെ തന്നെ അവർക്ക് അംഗീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പാട്ടിലൂടെ ഇത്രയും കാര്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. അടുത്ത പാട്ടിലൂടെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇത്തരം ഗ്രാമീണ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.